ഹരി ഓം ഹരി ഓം. നാരായണ. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ച അർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തുശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിദിദീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം. തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലങ്കൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ
നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. എല്ലാവർക്കും ശുഭസായാഹ്നം. ശ്രീമദ് ഭാഗവത് ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. നാരായണ. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം 21-ാം അധ്യായമാണ് നമ്മൾ രാവിലെ പകുതി കണ്ടു. ഇനി പകുതി കാണാനുണ്ട്. പൂരുവംശത്തിൽ ഭരതവംശം. ആ ഭരതവംശത്തിലെ മഹാത്മാവായ രന്തിദേവന്റെ കഥയാണ് രാവിലെ കണ്ടത്. അത്യത്ഭുതമായിട്ടുള്ള ആ രന്തിദേവ ചരിതം രാവിലെ നമ്മൾ വിശദമായിട്ട് കണ്ടു. 18 ശ്ലോകങ്ങൾ. അതിനുശേഷം ഇനി പൂരുവംശം തുടരുകയാണ്. രന്തിദേവന് ശേഷമുള്ള ഭരതവംശത്തെ എണ്ണി എണ്ണി ആളുകളുടെ പേര് പറയുന്ന ഭാഗമാണ്. നമുക്ക് ആദ്യം വായിക്കാം, എന്നിട്ട് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ ശ്രീമദ് ഭാഗവതേ നവമസ്കന്ധേ 21-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. വിദധസ്യ സുതോ മന്യുഃ ബൃഹൽക്ഷത്രോ ജയസ്തതഃ മഹാവീര്യോ നരോ ഗർഗഃ സംകൃതിസ്തു നരാത്മജഃ. ഗുരുശ്ച രന്തിദേവശ്ച സംകൃതേഃ പാണ്ഡുനന്ദന. രന്തിദേവസ്യ ഹി യശഃ ഇഹാമുത്ര ച ഗീയത്തെ. വിയദ്വിത്തസ്യ ദദതോ ലബ്ധം ലബ്ധം ബുഭുക്ഷതഃ. നിഷ്കിഞ്ചനസ്യ ധീരസ്യ സകുടുംബസ്യ സീതതഃ. വ്യതീയുർ 48 അപിബത കില. ഘൃതപായസ സംയാവം തോയം പ്രാതരുപസ്ഥിതം. കൃത്സ്രപ്രാപ്ത കുടുംബസ്യ ക്ഷുത്രിഭ്യാം ജാതവേബദോഃ. അതിഥിർബ്രാഹ്മണ കാലേ ഭോക്തുകാമസ്യ ചാഗമത്. തസ്മൈ സംവ്യഭജത് സോന്നം ആദൃത്യ ശ്രദ്ധയാന്വിതഃ. ഹരിം സർവത്ര സംപശ്യൻ സ ഭുക്ത്വാ പ്രയയൗ ദ്വിജഃ. അധാന്യോ ഭക്ഷ്യമാണസ്യ വിഭക്തസ്യ മഹീപതേ. വിഭക്തം വ്യഭജത് തസ്മൈ വൃഷളായ ഹരിം സ്മരൻ. യാതേ ശൂദ്രേ തമന്യോഗാത് അതിഥിഃ സ്വഭിരാവൃതഃ. രാജന്മേ ദീയതാമന്നം സഗണായ ബുഭുക്ഷതേ. സ ആദൃത്യാവശിഷ്ടം യത് ബഹുമാന പുരസ്കൃതം തച്ച ദത്വാ നമശ്ചക്രേ സ്വഭ്യഃ സ്വപതയേ വിഭുഃ. പാനീയമാത്രമുച്ഛേഷം തച്ചൈകപരിതർപ്പണം. പാസ്യതഃ പുൽക്കസോഭ്യാഗാത് അപോദേഹി അശുഭസ്യ മേ. തസ്യ താം കരുണാം വാചം നിശമ്യ വിപുലശ്രമാം. കൃപയാ വൃഷസന്തപ്തഃ ഇദമാഹാമൃതം വചഃ. ന കാമയേഹം ഗതിമീശ്വരാത് പരാം. അഷ്ടർത്തിയുക്താമ പുനർഭവം വാ. ആർത്തിം പ്രപദ്യേ കില ദേഹഭാജാം. അന്ധസ്ഥിതോ യേന ഭവന്ത്യദുഃഖാഃ. ക്ഷുത്രിശ്രമോ ഗാത്ര പരിശ്രമശ്ച ദൈന്യം ക്ലമഃ ശോകവിഷാദമോഹാഃ. സർവേ നിവൃത്താഃ കൃപണസ്യ ജന്തോഃ.
ജിജീവിഷോർജീവജലാർപ്പണാന്മേ ഇതി പ്രഭാഷ്യ പാനീയം മ്രിയമാണഃ പിപാസയാ പുൽക്കസായാ ദദാദ്ധീരോ നിസർഗകരുണോ നൃപഃ തസ്യ ത്രിഭുവനാധീശാഃ ബലദാഃ ബലമിച്ഛതാം ആത്മാനം ദർശയാൻ ചക്രുഃ മായാ വിഷ്ണുവിനിർമ്മിതാഃ സ വൈ തേഭ്യോ നമസ്കൃത്യ നിസ്സംഗോ വിഗതസ്പൃഹഃ വാസുദേവേ ഭഗവതി ഭക്ത്യാ ചക്രേ മനഃപരം ഈശ്വരാലംബനം ചിത്തം കുർവതോ അനന്യരാധസഃ മായാ ഗുണമയീ രാജൻ സ്വപ്നവത് പ്രത്യലീയത തൽപ്രസംഗാനുഭാവേന രന്തിദേവാനുവർത്തിനഃ അഭവൻ യോഗിനഃ സർവേ നാരായണപരായണാഃ ഗർഗാബ്ശിനിഃ തതോ ഗാർഗ്യഃ ക്ഷത്രാദ് ബ്രഹ്മ ഹ്യവർത്തത ദുരിതക്ഷയോ മഹാവീര്യാത് തസ്യ ത്രയ്യാരുണികവിഃ പുഷ്കരാരുണിരിത്യത്ര യേ ബ്രാഹ്മണഗതിം ഗതാഃ ബൃഹക്ഷത്രസ്യ പുത്രോ ഭൂത ഹസ്തി യദ്ഹസ്തിനാപുരം അജമീഡോ ദ്വിമീഡശ്ച പുരുമീഡശ്ച ഹസ്തിനഃ അജമീഡസ്യ വംശ്യാസ്യുഃ പ്രിയമേധാദയോ ദ്വിജാഃ അജമീഡാദ് ബൃഹദിഷുഃ തസ്യ പുത്രോ ബൃഹദ്ധനുഃ ബൃഹത്കായസ്തതസ്തസ്യ പുത്ര ആസീത് ജയദ്രഥഃ തൽസുതോ വിശദഃ തസ്യ സേനജിത് സമജായത രുചിരാശ്വോ ദൃഢഹനുഃ കാശ്യോ വത്സശ്ച തൽസുതാഃ രുചിരാശ്വസുതഃ പാരഃ പൃഥുസേനസ്തഗാത്മജഃ പാരസ്യ തനയോ നീപഃ തസ്യ പുത്രശതം ത്വഭൂത് സകൃത്വ്യാം ശുകകന്യായാം ബ്രഹ്മദത്തമജീജനത് സയോഗീകവിഭാര്യായാം വിശ്വക്സേനമധാത് സുതം ജൈഗീഷവ്യോപദേശേന യോഗതന്ത്രം ചകാരഃ ഉദക്സ്വനസ്തതസ്തസ്മാത് ഭല്ലാദോ ബാർഹദീഷവാഃ യവൈനരോ ദ്വിമീഡസ്യ കൃതിമാൻ തൽസുതസ്മൃതഃ നാംനാ സത്യധൃതിർയസ്യ ദൃഢനേമി സുപാർശ്വകൃതം സുപാർശ്വാത് സുമതിസ്തസ്യ പുത്രഃ സന്നദിമാൻ തതഃ കൃതിർഹിരണ്യനാഭാത് യോ യോഗം പ്രാപ്യ ജഗൗ സ്മഷട് സംഹിതാഃ പ്രാച്യസാംനാം വൈ നീപോ ഹ്യുഗ്രായുധസ്തതഃ തസ്യ ക്ഷേമ്യഃ സുവീരോധ സുവീരസ്യ രിപുഞ്ജയഃ തതോ ബഹുരഥോ നാമ പുരമീഡോ പ്രജോഭവത നളിന്യാം അജമീഡസ്യ നീലഃ ശാന്തിഃ സുതസ്തതഃ ശാന്തേഃ സുശാന്തിസ്തൽപുത്രഃ പുരുജോർക്കസ്തതോഭവത ബർമ്യാശ്വഃ തനയസ്തസ്യ പഞ്ചാസന്മുദ്ഗലാദയഃ യവീനരോ ബൃഹദിഷുഃ കാമ്പില്യഃ സഞ്ജയസുതാ ബർമ്യാശ്വപ്രാഹ പുത്രാ മേ പഞ്ചാനാം രക്ഷണായ ഹി വിഷയാണാം അലം ഇമേ ഇതി പഞ്ചാല സംഹിതാഃ മുദ്ഗലാദ് ബ്രഹ്മനിർവൃത്തം ഗോത്രം മൗദ്ഗല്യ സംഹിതം മിഥുനം മുദ്ഗലാദ് ഭാർമ്യാത് ദിവോദാസഃ പുമാനഭൂത അഹല്യാ കന്യകാ യസ്യാം ശതാനന്ദസ്തു ഗൗതമാത് തസ്യ സത്യധൃതി പുത്രോ ധനുർവേദ വിശാരദഃ ശരദ്വാൻ തൽസുതോ യസ്മാത് ഉർവശീ ദർശനാത് കില ശരസ്തംഭേ അപതത് രേതോ മിഥുനം തദഭൂത് ശുഭം തദ്ദൃഷ്ട്വാ കൃപയാ ഗൃഹ്ണാത് ശന്തനുർമൃഗയാം ചരൻ കൃപ കുമാരകന്യാ ച ദ്രോണപത്ന്യഭവത് കൃപീ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ ഏകവിംശതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ.
നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നാരായണ. ഹരി ഓം. ഇപ്പോൾ ദുഷ്യന്തപുത്രനായ ഭരതന്റെ മാഹാത്മ്യം കഴിഞ്ഞ അധ്യായത്തിൽ ഇന്നലെ നമ്മൾ വിശദമായി കണ്ടു. ആ ഭരതന്റെ വംശം നിലനിർത്തുന്നത് എങ്ങനെയാണെന്നും കണ്ടു. അദ്ദേഹത്തിന്റെ രക്തത്തിൽ പിറന്ന 9 സന്തതികളെയും ഭാര്യമാരും വധിച്ചു കളഞ്ഞു. പിന്നീട് അദ്ദേഹം ഒരു മരുസ്തോമം എന്ന യാഗം നടത്തി അതിലൂടെ മരുത്തുക്കൾ കൊണ്ട് കൊടുത്ത വിതതൻ അഥവാ ഭരദ്വാജൻ എന്ന ബൃഹസ്പതി പുത്രനാണ് പിന്നീട് ഈ വംശത്തെ തുടരുന്നത്. ആ വിതതന്റെ പുത്രനായി മന്യുവും ബൃഹൽക്ഷത്രവും ജയനും, അങ്ങനെ മഹാവീര്യൻ, നരൻ, ഗർഗൻ, സംകൃതി മുതലായി പരമ്പര തുടരുന്നു. ആ സംകൃതിയുടെ പുത്രനായിട്ട് രന്തിദേവൻ എന്ന മഹാത്മാവ് രാജാവായി ഉണ്ടായി. അദ്ദേഹം ദാനം ചെയ്യുന്നതിൽ മുഴുകിയിരിക്കുന്ന ആളായിരുന്നു. എല്ലാം കൊടുത്ത് അവസാനം 48 ദിവസം അദ്ദേഹം വെള്ളം പോലും കുടിക്കാനില്ലാതെ പട്ടിണിയായി. അങ്ങനെ 48ാം ദിവസം അദ്ദേഹത്തിന് കിട്ടിയതായിട്ടുള്ള ഘൃതപായസ സംയാവം തോയം, അത് ഭക്ഷിക്കാനിരിക്കുന്നതായിട്ടുള്ള സമയത്ത് ഒരു ബ്രാഹ്മണൻ ആദ്യം വന്നു. അദ്ദേഹത്തിന് പകുതി വിഭജിച്ചു കൊടുത്തു. പിന്നീട് ഒരു വൃഷളൻ വന്നു. ആ വൃഷളനും കുറെ പങ്കിട്ട് കൊടുത്തു. പിന്നീട് ഒരു ശൂദ്രൻ അല്ലെങ്കിൽ ഒരു ചണ്ടാളൻ വന്നു. നായ്ക്കളോട് കൂടിയിട്ട് അദ്ദേഹത്തിന് വിഭജിച്ചു കൊടുത്തു. ഇനി അല്പം വെള്ളം മാത്രം ബാക്കി, ഒരാൾക്ക് മാത്രം കുടിക്കാനുള്ളത്. അതും കുടിക്കാൻ നിൽക്കുന്നതായിട്ടുള്ള സമയത്ത് മറ്റൊരു പുൽക്കസൻ വന്നു. ആ പുൽക്കസനും ഉള്ള വെള്ളത്തെ കൊടുത്തുകൊണ്ട്, ഞാൻ കൊടുക്കുന്ന ഈ വെള്ളം കൊണ്ട് സർവ ജീവജാലങ്ങളും ദുഃഖരഹിതരായി തീരട്ടെ, അവരുടെ എല്ലാ പീഡകളും എനിക്ക് വന്നു ചേരട്ടെ, ഞാൻ അവരുടെയൊക്കെ ഉള്ളിലിരുന്ന് ആത്മാവായിരുന്നു കൊണ്ട് എല്ലാം അനുഭവിക്കുമാറാകട്ടെ എന്നിങ്ങനെയുള്ള അതിഗംഭീരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ പ്രാർത്ഥന 2 ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടു. അങ്ങനെ സ്വയം മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണെങ്കിലും തനിക്ക് ഉള്ള വെള്ളം പോലും, പ്രാണൻ നിലനിർത്താനുള്ള വെള്ളം പോലും തന്റെ മുമ്പിൽ ദൈന്യമായിട്ട് അപേക്ഷിച്ച് വന്നതായിട്ടുള്ള ആ പുൽക്കസന കൊടുത്ത, എല്ലാവരിലും ഹരിയെ കാണുന്നതായിട്ടുള്ള ആ മഹാത്മാവിന്റെ മുമ്പിൽ സാക്ഷാൽ ഹരി തന്നെ അല്ലെങ്കിൽ ത്രിമൂർത്തികൾ തന്നെ പ്രകടമാവുകയും ആ ത്രിമൂർത്തികൾ അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ആ ഭാഗങ്ങളാണ് നമ്മൾ കണ്ടത്. അദ്ദേഹത്തിന്റെ മനസ്സ് ഭഗവാനിൽ തന്നെ ഉറച്ച് അദ്ദേഹത്തിന്റെ മായ സ്വപ്നം പോലെ ലയിച്ചുപോയി. അദ്ദേഹത്തെ പിന്നീട് മായ ബാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഒരിക്കലും ഭേദബുദ്ധി ഉണ്ടെങ്കിലല്ലേ മായ ബാധിക്കുകയുള്ളൂ, അല്ലേ? അദ്ദേഹത്തിന് എല്ലാം ഒന്നെന്ന ബുദ്ധി ഉറച്ചിരുന്നു. എല്ലാം ഈശ്വരനാണെന്നുള്ള ബുദ്ധി അദ്ദേഹത്തിൽ ഉറച്ചിരുന്നു എന്നർത്ഥം. അങ്ങനെ അദ്ദേഹത്തോടുള്ള സംഘം കൊണ്ട് ആ ദേശത്തെ ജനങ്ങൾ പോലും എല്ലാവരും യോഗികളും നാരായണ പരായണന്മാരുമായി തീർന്നു. അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ കാര്യം പറയേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കാവുന്നതാണ്. അത് നമുക്ക് ചിന്തിക്കാൻ വിട്ടിട്ട്, അല്ലെ, ശേഷം ചിന്ത്യം എന്ന് വിട്ടിട്ട് കഥ തുടരുകയാണ്. ആ പൂരുവംശത്തെ അഥവാ ഭരതവംശത്തെ പിന്നെയും വരുന്ന രാജാക്കന്മാരുടെ പേരുകൾ എടുത്തെടുത്ത് പറയുകയാണ്. ചിലരൊക്കെ ബ്രാഹ്മണരായും പോകുന്നുണ്ട്. അപ്പോൾ ക്ഷത്രിയ വംശത്തിൽ തന്നെയാണ് ബ്രാഹ്മണരും ഉണ്ടാകുന്നത്. അപ്പോൾ തുടർന്ന് 19ാം ശ്ലോകം മുതൽ കാണാം. ഗർഗാദ് ശിനിഹി തതോ ഗാർഗ്യഃ ക്ഷത്രാദ് ബ്രഹ്മഹ്യവർത്തത ദുരിതക്ഷയോ മഹാവീര്യാത്
തസ്യ ത്രയ്യാരുണിഃ കവിഃ പുഷ്കരാരുണിർ ഇത്യത്ര യേ ബ്രാഹ്മണഗതിം ഗതാഃ ബൃഹൽക്ഷത്രസ്യ പുത്രോ ഭൂത് ഹസ്തീയത് ഹസ്തിനാപുരം ഗർഗാശിനിഃ തതോ ഗാർഗ്യഃ ക്ഷത്രാത് ബ്രഹ്മഹ്യവർത്തത ദുരിതക്ഷയോ മഹാവീര്യാത് തസ്യ ത്രയ്യാരുണിഃ കവിഃ പുഷ്കരാരുണിരിത്യത്ര യേ ബ്രാഹ്മണഗതിം ഗതാഃ ബൃഹൽക്ഷത്രസ്യ പുത്രോ ഭൂത് ഹസ്തീയത് ഹസ്തിനാപുരം. അപ്പോ മുമ്പ് ബൃഹൽക്ഷത്രൻ വിതതന്റെ പുത്രനായ മന്യുവിന് 5 മക്കളുണ്ടായി. ബൃഹക്ഷത്രൻ, ജയൻ, മഹാവീര്യൻ, നരൻ, ഗർഗൻ എന്ന്. അതിൽ നരന്റെ സന്തതി പരമ്പരയിലാണ് നരന്റെ പുത്രനായി സംകൃതിയും സംകൃതിയുടെ പുത്രനായി രന്തിദേവനും ഉണ്ടായി എന്ന് പറഞ്ഞു. ആ രന്തിദേവന്റെ കഥ വിസ്തരിച്ച് പറഞ്ഞു. പിന്നീട് തിരിച്ചു പോവുകയാണ്. ആ ബൃഹക്ഷത്രന്റെ മന്യുവിന്റെ 5 മക്കളിൽ ഗർഗൻ എന്ന് പറയുന്ന മകന്റെ വംശത്തെയാണ് പറയുന്നത്. അപ്പൊ ആ ഗർഗനിൽ നിന്ന് ആരുണ്ടായി? ഗർഗാത് ശിനിഹി. മന്യുപുത്രനായ ഗർഗനിൽ നിന്ന് ശിനി. തതോ ഗാർഗ്യഃ. ആ ഗർഗന്റെ വംശം, ഗർഗനിൽ നിന്ന് ശിനി എന്നും അവനിൽ നിന്ന് പിന്നെ ഗാർഗ്യൻ എന്നും പേരായ പുത്രനുണ്ടായി. ശിനിയുടെ പുത്രനാണ് ഗാർഗ്യൻ. ആ ഗാർഗ്യനും മറ്റുമൊക്കെ ബ്രാഹ്മണരായിരുന്നു. അതാണ് ക്ഷത്രാത് ബ്രഹ്മഹ്യവർത്തത. ക്ഷത്രിയ ജാതിയിൽ നിന്ന് ബ്രാഹ്മണ ജാതി ഉണ്ടായി. നമ്മൾ പല ഭാഗത്തായിട്ട് കണ്ടു കഴിഞ്ഞു. അത് പഞ്ചമസ്കന്ധത്തിൽ ഋഷഭചരിതം മുതൽക്ക് കാണുന്നതാണ്. എങ്ങനെയാണ് വർണ്ണ വ്യത്യാസം അഥവാ വർണ്ണം നിശ്ചയിക്കപ്പെടുന്നത്, അല്ലെ? ഗുണകർമ്മ വിഭാഗശഃ എന്നുള്ളത് വ്യക്തമാക്കുന്ന കഥകളാണിതെല്ലാം. അല്ലാതെ ജന്മകർമ്മ വിഭാഗശ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ക്ഷത്രിയന്മാരിൽ നിന്ന് ബ്രാഹ്മണരുണ്ടാവാൻ വഴിയില്ല. അപ്പൊ ജന്മമല്ല ഒരാളുടെ വർണ്ണത്തിന്റെ അടിസ്ഥാനം, അയാളുടെ ഗുണവും അയാളുടെ കർമ്മവുമാകുന്നു. അപ്പൊ ഇങ്ങനെ ക്ഷത്രിയനായ ആ ഭരതന്റെ വംശത്തിൽ ഗർഗന്റെ പൗത്രനായ ഗാർഗ്യൻ, അദ്ദേഹം ബ്രാഹ്മണനാണ്. അങ്ങനെ ക്ഷത്രിയ ജാതിയിൽ നിന്ന് ബ്രാഹ്മണ ജാതി ഉണ്ടായി എന്ന് പറഞ്ഞാണ് ക്ഷത്രാത് ബ്രഹ്മഹ്യവർത്തത. പിന്നീട് ദുരിതക്ഷയോ മഹാവീര്യാത് തസ്യ ത്രയ്യാരുണി കവി. മഹാവീര്യൻ എന്നുള്ളത് മന്യുവിന്റെ മറ്റൊരു പുത്രനാണ്. ഗർഗന്റെയും നരന്റെയും സഹോദരനായിട്ടുള്ള മഹാവീര്യൻ. ആ മഹാവീര്യനിൽ നിന്ന് പിന്നീടുണ്ടാവുന്നത് ദുരിതക്ഷയൻ എന്നതായിട്ടുള്ള പുത്രൻ. തസ്യ ത്രയ്യാരുണി കവി. അവന് ത്രയ്യാരുണി കവി എന്നിങ്ങനെ പുത്രന്മാരും പിന്നെ പുഷ്കരാരുണി ഇത്യത്ര, പുഷ്കരാരുണി എന്നും. അപ്പൊ ത്രയ്യാരുണി, കവി, പുഷ്കരാരുണി, ഇങ്ങനെ 3 പുത്രന്മാർ ആർക്കുണ്ടായി? ദുരിതക്ഷയന്, മഹാവീര്യപുത്രനായ ദുരിതക്ഷയന് 3 പുത്രന്മാർ. ത്രയ്യാരുണി, കവി, പുഷ്കരാരുണി. അവരും ബ്രാഹ്മണഗതിം ഗതാഃ. അവരെന്തായി? അവരും ക്ഷത്രിയ വംശത്തിൽ ജനിച്ചവരാണെങ്കിലും അവരുടെ കർമ്മം കൊണ്ട് ബ്രാഹ്മണഗതിയെ പ്രാപിച്ചു. ബ്രാഹ്മണ ജീവിത രീതിയാണ് അവർ തിരഞ്ഞെടുത്തത്. അങ്ങനെ ഗുണകർമ്മ വിഭാഗശഃ അവരും ബ്രാഹ്മണരായി തീർന്നു. അപ്പൊ ക്ഷത്രിയ വംശത്തിൽ നിന്ന് പിന്നെയും ബ്രാഹ്മണരുണ്ടായി. ദുരിതക്ഷയോ മഹാവീര്യാത് തസ്യ ത്രയ്യാരുണി കവി പുഷ്കരാരുണിരിത്യത്രയേ ബ്രാഹ്മണഗതിം ഗതാഃ. ഇനി ബൃഹക്ഷത്രസ്യ പുത്രോ ഭൂത് ഹസ്തി യത് ഹസ്തിനാപുരം. ഇനി മറ്റൊരു സഹോദരൻ, ഇവരുടെ മന്യുവിന്റെ പുത്രന്മാരില് മൂത്ത പുത്രനാണ് ബൃഹക്ഷത്രൻ, അല്ലെ? മറ്റുള്ളവരുടെയൊക്കെ പറഞ്ഞു.
ജയന്റെ പറയാനുണ്ട്. മഹാവീര്യൻ, നരൻ, ഗർഗൻ 3 പേരുടെ പറഞ്ഞു. മറ്റൊരാളാണ് ബൃഹക്ഷത്രൻ. ആ ബൃഹക്ഷത്രന്റെ വംശമാണ് ഹസ്തിനപുരം. ആ ബൃഹക്ഷത്രന്റെ പുത്രനായിട്ട് ഹസ്തി ഉണ്ടാകുന്നു. ഹസ്തി എന്ന് പറയുന്ന പുത്രനുള്ള ഹസ്തിൻ നകാരാന്ത പുല്ലിംഗ ശബ്ദമാണ്. അത് പ്രഥമയിൽ വരുമ്പോൾ ഹസ്തി എന്ന് വിളിക്കും. വനമാലി, ഗതി, ശാർങ്ങി എന്ന് പറയും പോലെ വനമാലിൻ, ഗതിൻ, ശങ്കിൻ, ചക്രിൻ നകാരാന്ത ശബ്ദങ്ങളാണ്. അതുപോലെ ഇവിടെ ഹസ്തിൻ എന്നുള്ള നകാരാന്ത ശബ്ദം ഹസ്തി എന്ന് പ്രഥമയിൽ പേര് പറയുമ്പോൾ പറയുന്നു. ബാക്കിയുള്ളിടത്തൊക്കെ നകാരം ചേരും. അപ്പൊ ഇവിടെ ആ ഹസ്തിയാണ് യത് ഹസ്തിനാപുരം. യതെന്ന് പറഞ്ഞാൽ യാതൊരുവനാൽ നിർമ്മിതമാണോ ഹസ്തിനാപുരം എന്ന തലസ്ഥാനം. ഇവരുടെ പൂർവവംശജന്മാർക്ക് ആദ്യമായിട്ട് തലസ്ഥാനമായിട്ട് ഹസ്തിനപുരം നിർമ്മിക്കുന്നത് ഈ ഹസ്തി എന്ന് പറയുന്ന ബൃഹക്ഷത്രന്റെ പുത്രനാണ്. അപ്പൊ ബൃഹക്ഷത്ര വംശമാണ് പിന്നീട് ഹസ്തിനപുരം നിർമ്മിക്കുന്നത്. ആ വംശത്തിലാണ് പിന്നീട് നമ്മുടെ കൗരവ പാണ്ഡവന്മാരെല്ലാം വരുന്നത്. അപ്പൊ അതിലേക്ക് നമുക്ക് പോകാം. അജമീഡോ ദ്വിമീഡശ്ച പുരുമീഡശ്ച ഹസ്തിനഃ അജമീഡസ്യ വംശ്യാസ്യുഃ പ്രിയമേധോദയോ ദ്വിജാഃ. അജമീഡോ ദ്വിമീഡശ്ച പുരുമീഡശ്ച ഹസ്തിനഃ അജമീഡസ്യ വംശ്യാസ്യുഃ പ്രിയമേധാദയോ ദ്വിജാഃ. ഹസ്തിനഃ എന്ന് പറഞ്ഞാൽ ഹസ്തിക്ക്, ഹസ്തിയുടെ എന്നൊക്കെ അർത്ഥത്തില് ഷഷ്ടി. ആ ഹസ്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഹസ്തിയുടെ പുത്രന്മാരായി 3 പേരുണ്ടായി. ആരൊക്കെയാണ്? അജമീഡ, ദ്വിമീഡ, പുരുമീഡ. അജമീഡൻ, ദ്വിമീഡൻ, പുരുമീഡൻ ഇവര് ഹസ്തിയുടെ മക്കളാകുന്നു. അതിൽ അജമീഡസ്യ വംശ്യാഃ സ്യുഃ പ്രിയമേധാദയോ ദ്വിജാഃ. വീണ്ടും അജമീഡസ്യ വംശ്യാഃ, ആ മൂത്തപുത്രനായ ഹസ്തിയുടെ മൂത്തപുത്രനായ അജമീഡന്റെ വംശ്യം എന്തായിത്തീർന്നു? പ്രിയൻ, മേധൻ മുതലായവർ. പ്രിയമേധാദയ, പ്രിയഃ ച മേധഃ, മേധാഃ ച ആദയഃ. അവരുടെ കൂട്ടത്തിൽ കുറെ പേരുണ്ട്, എക്സെട്ര എക്സെട്ര. അവരൊക്കെ ദ്വിജാഹ, അവരും ബ്രാഹ്മണരായിത്തീർന്നു, ദ്വിജന്മാരായിത്തീർന്നു. അപ്പൊ നോക്കൂ, ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കുറച്ചുപേര് ബ്രാഹ്മണ്യ ജീവിതം നയിക്കുന്നു, കുറച്ചുപേര് ക്ഷത്രിയന്മാരായിത്തീരുന്നു. അപ്പൊ ഇങ്ങനെ ക്ഷത്രിയന്മാരിൽ നിന്ന് തന്നെ അനേക ബ്രാഹ്മണരുണ്ടാകുന്നതാണ് ഈ നവമസ്കന്ധത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അന്നത്തെ വർണ്ണവ്യവസ്ഥ ഇത് തന്നെയായിരുന്നു. ഇതിനെയാണ് നമ്മുടെ ഭീഷ്മ പിതാമഹന്റെ കാലത്ത് കുളമാക്കിയത്. അല്ലെ, വിതുരനെ പോലൊരു മഹാത്മാവിനെ ക്ഷത്രിയനായി അംഗീകരിക്കാനായില്ല അവർക്ക്. അദ്ദേഹത്തിന്റെ പ്രവൃത്തി ക്ഷത്രിയ പ്രവൃത്തിയായിരുന്നു, അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ ക്ഷത്രിയന്റെ ഗുണങ്ങളായിരുന്നു. അപ്പൊ ഗുണകർമ്മ വിഭാഗശഃ എന്നാണെങ്കിൽ ഏറ്റവും ഉത്തമനായിട്ട് ക്ഷത്രിയൻ പാണ്ഡുവിനേക്കാൾ, ധൃതരാഷ്ട്രനേക്കാൾ യോഗ്യനായി രാജ്യഭാരം നിർവഹിക്കാൻ എല്ലാ കഴിവും അറിവും നിസ്സംഗതയും ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളെല്ലാം തികഞ്ഞ പൂർണ്ണനായ ഒരു മഹാത്മാവായിരുന്നു വിതുരൻ. ആ വിതുരനെ രാജാവാക്കിയിരുന്നെങ്കിൽ ഈ മഹാഭാരത യുദ്ധമെല്ലാം ഒഴിവാക്കാമായിരുന്നു. അപ്പൊ അത് കുളമാക്കിയത് ആരാണ്? അതിന്റെ ഉത്തരവാദിത്വം ആർക്ക് ചേരും? ചിന്തിക്കുക. അപ്പോഴാണ് നമ്മുടെ കാരണവരാണ് അതിനൊക്കെ കാരണക്കാരൻ എന്ന് പിടികിട്ടുക. അദ്ദേഹമാണ് ഈ വർണ്ണാശ്രമ ധർമ്മത്തെ ജാതിധർമ്മമാക്കി അധപ്പതിപ്പിച്ചത്. ജന്മനാ ഉള്ള ജാതിധർമ്മമാക്കി അധപ്പതിപ്പിച്ചത് ആ ഭീഷ്മ പിതാമഹന്റെ കാലഘട്ടമാണ്. കർണനെ നിന്ദിച്ചതും ഇവർ തന്നെയാണ്, ഇതേ കൂട്ടർ തന്നെയാണ്. കർണൻ സാമൂഹ്യ ദ്രോഹിയായി മാറുന്നത്, അല്ലെ, റിബലായി മാറുന്നത് ഇത് കാരണം തന്നെയാണ്. കർണന്റെ മഹാത്മ്യത്തെ അംഗീകരിക്കാൻ ഇവർ തയ്യാറായില്ല. കർണനെ സൂതപുത്ര സൂതപുത്ര എന്ന് വിളിച്ച് അവന്റെ കുലവും അവന്റെ ഗോത്രവുമെല്ലാം അന്വേഷിച്ചു. കർണൻ ഇവരുടെയൊക്കെ വിദ്യാഭ്യാസം കഴിഞ്ഞ് അവരുടെ അഭ്യാസ പ്രകടനങ്ങൾ നടക്കുന്നതായിട്ടുള്ള സമയത്ത് ഞാനും ഇതുപോലെയൊക്കെ ചെയ്യാം
എന്ന് പറഞ്ഞ് ആ രംഗത്തേക്ക് കയറി വന്നപ്പോ ഇവർക്ക് വേണ്ടി കൃപാചാര്യരാണ് കർണനെ അപമാനിച്ചത്. അപ്പൊ ഭീഷ്മർക്ക് പറയാമായിരുന്നു, ഏയ് കൃപാചാര്യരെ അങ്ങ് മാറിയിരിക്കൂ, അദ്ദേഹം തെളിയിക്കട്ടെ, അദ്ദേഹം ക്ഷത്രിയനാണെന്ന്, അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിക്കട്ടെ എന്ന് അവസരം കൊടുത്തിരുന്നെങ്കിലോ നല്ലൊരു യോദ്ധാവിനെ, നല്ല ദാനശീലനായ ഒരു ക്ഷത്രിയനെ മര്യാദക്കാരനാക്കി നിലനിർത്താമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് സമൂഹത്തോട്, അന്നത്തെ ആ വർണ്ണവ്യവസ്ഥയോട് ഒക്കെ ഉണ്ടായ ആ ശത്രുഭാവം സാമൂഹ്യ ദ്രോഹമായി മാറി. അതിനെ മുതലെടുത്തതാരാണ്? സാക്ഷാൽ ദുര്യോധനൻ. ഉടനെ ചാടി വീണു, ഇവൻ എന്റെ സഹോദരനാണ്, ഇവൻ അംഗരാജാവാണ് എന്ന് പറഞ്ഞ് അവന് മാനം കൊടുത്തു. അപ്പൊ ക്ഷത്രിയന് വേണ്ടത് മാനമാണ്. ആ മാനം ദാനമായിട്ട് കിട്ടി. ദാനം ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ലാത്തതാണ്, പക്ഷെ സ്വീകരിച്ചു. അതുകൊണ്ടുള്ളതായിട്ടുള്ള പരവശത വന്നു ചേർന്നു. ആരാണോ തന്നെ മാനിച്ചത് അവരോടുള്ള അടിമത്വം അദ്ദേഹത്തിന്റെ മനസ്സിൽ, അവരോടുള്ള ഒബ്ലിഗേഷൻ ഉള്ളില് ആ പക്ഷത്ത് നിൽക്കാൻ പ്രേരിപ്പിച്ചു. അപ്പൊ അങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഗുരുതരമായത്. വിതുരനെയും കർണനെയും വേണ്ട പോലെ ആ അന്നത്തെ കാലത്തുണ്ടായിരുന്ന അറിവുള്ളവർ മാനിച്ചിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് ഭീഷ്മപിതാമഹൻ അംഗീകരിച്ചിരുന്നെങ്കിൽ ഈ മഹാഭാരതം കഥ മറ്റൊന്നാകുമായിരുന്നു. ഇങ്ങനൊരു മഹാഭാരത യുദ്ധം ഉണ്ടാകില്ലായിരുന്നു. ചിന്തിക്കുക. അപ്പൊ അവിടെയാണ് വർണ്ണാശ്രമധർമ്മത്തെ ഇവരെല്ലാം ലംഘിച്ചത് കൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ അത് എടുത്തു പറയേണ്ടി വന്നത്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ എന്ന വീണ്ടും ഒരു നവീകരണ പ്രക്രിയയായിരുന്നു ഭഗവാന്റെ ഗീതോപദേശം. ഒരു ശുദ്ധി കലശമായിരുന്നു. ധർമ്മത്തെക്കുറിച്ചിട്ടുള്ള തെറ്റിദ്ധാരണകളെ മാറ്റിക്കൊടുക്കുന്ന ജഗദ്ഗുരുവായ കൃഷ്ണന്റെ വാക്യം. കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. എന്തായാലും കൃഷ്ണനേക്കാൾ വലിയ ജഗദ്ഗുരു ഒന്നുമല്ല ഭീഷ്മര്. ഭീഷ്മരെ നമ്മൾ ജഗദ്ഗുരുവായിട്ടൊന്നും ഒരിടത്തും അണങ്ങുന്നില്ല. എന്നാൽ കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. ചിന്തിക്കുക. നാരായണ. അപ്പോ ഈ ഒരു വർണ്ണവ്യവസ്ഥയ ഇനിയും നമുക്ക് ഇഷ്ടം പോലെ കാണാം. ക്ഷത്രിയരിൽ നിന്ന് അല്ലെങ്കിൽ ബ്രാഹ്മണരിൽ നിന്ന് ക്ഷത്രിയരുണ്ടാകുന്നത്, ക്ഷത്രിയരിൽ നിന്ന് ബ്രാഹ്മണരുണ്ടാകുന്നതൊക്കെ. അപ്പോ ഹസ്തിയുടെ മൂത്തപുത്രനായ അജമീഡന്റെ വംശത്തിൽ പ്രിയൻ, മേധൻ മുതലായവർ ദ്വിജന്മാരായി ഭവിച്ചു, ബ്രാഹ്മണരായി ഭവിച്ചു. അജമീഡാത് ബൃഹദിഷു തസ്യ പുത്രോ ബൃഹദ്ദനുഃ ബൃഹത്കായസ്തതസ്തസ്യ പുത്ര ആസീജ്ജയദ്രഥഃ. അജമീഡാത് ബൃഹദിഷു തസ്യ പുത്രോ ബൃഹദ്ദനുഃ ബൃഹത്കായസ്തതസ്തസ്യ പുത്ര ആസീജ്ജയദ്രഥഃ. അജമീഡാത് ബൃഹദിഷു. അജമീഡന് മറ്റേ അദ്ദേഹത്തിന്റെ അവരുടെ വംശത്തിൽ പ്രിയമേധാദികൾ ദ്വിജന്മാരായി തീർന്നു എന്നേ പറഞ്ഞുള്ളൂ. ഇമ്മീഡിയറ്റ് അജമീഡന്റെ മക്കളാണ് പ്രിയൻ മേധൻ എന്നൊന്നും പറഞ്ഞില്ല. ആ വംശത്തിൽ ബ്രാഹ്മണരുണ്ടാകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അജമീഡന്റെ ഇമ്മീഡിയറ്റ് മക്കൾ ആരാന്ന് പറയാണ്? ബൃഹദിഷു. അജമീഡന്റെ മകനായിട്ട് ബൃഹദിഷു എന്നൊരു പുത്രനുണ്ടായിരുന്നു. പിന്നീട് അവന്റെ പുത്രനായിട്ട് തസ്യ പുത്രോ ബൃഹദ്ദനുഃ. അപ്പോ ബൃഹദിഷു, ഇഷു എന്ന് പറഞ്ഞാൽ അമ്പാണ്, വലിയ അമ്പ് പിടിച്ചവൻ ഒരു മകൻ. അവന്റെ മകൻ ബൃഹദ്ദനുഃ, വലിയ വില്ല് പിടിച്ചവൻ, അല്ലെ, വലിയ ബൃഹത്തായ ധനുസ്സോട് കൂടിയവൻ ബൃഹദ്ദനുഃ. അവന്റെ പുത്രനോ ബൃഹത്കായ, വലിയ ശരീരത്തോടു കൂടിയവൻ. അപ്പൊ ഇങ്ങനെ എല്ലാവരും ആ ബൃഹത്ത് എന്ന് പാരമ്പര്യമായിട്ട് ഒരാള് ബൃഹത് ഇഷു, ബൃഹദ്ദനുഃ, ബൃഹത്കായഃ, അങ്ങനെ 3 തലമുറ അജമീഡനിൽ നിന്ന്. അവന്റെ പുത്രനായിട്ട് ജയദ്രഥൻ എന്ന്. ഈ ജയദ്രഥൻ നമ്മുടെ ദുശ്ശളയുടെ ഭർത്താവായിരിക്കണം എന്നില്ല, ആവില്ല. കാരണം തലമുറകൾ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ജയദ്രഥന്റെയൊക്കെ പ്രായമാവാൻ. ഇത് പൂർവീകനായൊരു ജയദ്രഥൻ.
ദുര്യോധനന്റെ സഹോദരിയായ ദുശ്ശളയുടെ ഭർത്താവ് ഒരു ജയദ്രഥനാണ്, സിന്ധു രാജാവായിട്ടുള്ള ജയദ്രഥൻ. നമ്മുടെ അഭിമന്യുവിനെ ചതിയിൽ വധിക്കുന്നതും അർജുനനാൽ വധിക്കപ്പെടുന്നവനുമായിട്ടുള്ള പാഞ്ചാലിയെ വനവാസകാലത്ത് തട്ടിക്കൊണ്ടുപോകുന്നവനുമായിട്ടുള്ള ഒരു ദുഷ്ടൻ. ആ ജയദ്രഥൻ ആവണമെന്നില്ല ഇത്. ഈ ജയദ്രഥൻ കുറച്ച് പൂർവീകനായിട്ടുള്ള ജയദ്രഥൻ. ഈ മറ്റേ ജയദ്രഥനിലേക്ക് തലമുറകൾ ഒരുപാട് ചെല്ലാനുണ്ട്, ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ. ദുര്യോധനന്റെയൊക്കെ സമകാലികനാവണമല്ലോ. അപ്പൊ ദുര്യോധനൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോ അങ്ങനെ അജമീറിന്റെ വംശത്തിൽ ജയദ്രഥൻ വരെ പറഞ്ഞു. ഇനി പറയുന്നു, തൽ സുതോ വിശദ തസ്യ സേനജിത് സമജായത രുചിരാശ്വോ ദൃഢധനുഃ കാശ്യോ വത്സശ്ച തൽസുതാഃ. തൽസുതോ വിശദസ്തസ്യ സേനജിത് സമജായത രുചിരാശ്വോ ദൃഢധനുഃ കാശ്യോ വത്സശ്ച തൽസുതാഃ. തൽസുതഃ വിശദഃ, ആ ജയദ്രഥന്റെ പുത്രനാണ് വിശദൻ. തസ്യ സേനജിത് സമജായത, ആ വിശദന്റെ പുത്രനായിട്ട് സേനജിത്ത് എന്ന് പറയുന്ന ഒരാൾ ജനിച്ചു. രുചിരാശ്വോ ദൃഢധനുഃ കാശ്യഃ വത്സശ്ച തൽസുതാഃ. തൽസുതാഃ എന്ന് പറഞ്ഞാൽ മറ്റേ സേനജിത്തിന്റെ പുത്രന്മാരാണ് എന്നർത്ഥം. സേനജിത്തിന് എത്ര പുത്രന്മാര്? രുചിരാശ്വൻ, ദൃഢധനുസ്, കാശ്യൻ, വത്സൻ, 4 പേര്. രുചിരാശ്വൻ, ദൃഢധനുസ്, കാശ്യൻ, വത്സൻ ഇവർ സേനജിത്തിന്റെ മക്കളാണെന്ന് പറഞ്ഞു. തുടരുന്നു, രുചിരാശ്വസുതഃ പ്രാജ്ഞഃ പൃഥുസേനസ്തദാത്മജഃ പാരസ്യ തനയോ നീപഃ തസ്യ പുത്രശതം ത്വഭൂത്. രുചിരാശ്വസുതഃ പ്രാജ്ഞഃ പൃഥുസേനസ്തദാത്മജഃ പാരസ്യ തനയോ നീപഃ തസ്യ പുത്രശതം ത്വഭൂത്. രുചിരാശ്വസുതഃ പ്രാജ്ഞഃ, ആ 4 പേരിൽ രുചിരാശ്വന്റെ പുത്രൻ ആണ് പ്രാജ്ഞൻ. ഇനി പൃഥുസേനഃ തദാത്മജഃ, ആ പ്രാജ്ഞന്റെ പുത്രനായി പൃഥുസേനൻ എന്ന പുത്രനുണ്ടായി. പാരസ്യ തനയഃ നീപഃ, ഇനി അവന്റെ പുത്രൻ പാരൻ, അവന്റെ പുത്രൻ നീപൻ. തസ്യ പുത്രശതം തു അഭൂത്, ആ നീപന് 100 പുത്രന്മാരുണ്ടായി. നമ്മുടെ ധൃതരാഷ്ട്രയെ പോലെ തന്നെ പൂർവീകനായിട്ടുള്ള നീപൻ എന്ന രാജാവിനും 100 മക്കളുണ്ടായി. അപ്പോ ഈ രുചിരാശ്വന്റെ വംശമാണ് ഈ പറഞ്ഞത്. സകൃത്വ്യാം ശുകകന്യായാം ബ്രഹ്മദത്തം അജീജനത് സ യോഗീ ഗവിഭാര്യായാം വിശ്വക്സേനം അഗാത്സുതം. സകൃത്വ്യാം ശുകകന്യായാം ബ്രഹ്മദത്തം അജീജനത് സ യോഗീ ഗവിഭാര്യായാം വിശ്വക്സേനമഗാത്സുതം. അപ്പോ സഹ കൃത്വ്യാം, കൃത്വി എന്ന പേരുള്ള ഭാര്യയെ, ആര് മുമ്പേ പറഞ്ഞ നീപൻ, 100 പുത്രന്മാരുണ്ടായി എന്ന് പറഞ്ഞ നീപൻ, ആ നീപന് ശുകകന്യയായ കൃത്യയിൽ, അപ്പൊ ഏത് ശുകകന്യയാണ് നോക്കണം. അപ്പൊ ശുകന്റെ പുത്രിയായ കൃത്വി എന്ന് പറയുന്ന സ്ത്രീയിൽ ബ്രഹ്മദത്തം അജീജനത്, ബ്രഹ്മദത്തൻ എന്ന പേരുള്ള ഒരു പുത്രനെ ജനിപ്പിച്ചു. സഹയോഗി, അവൻ യോഗിയായിരുന്നു. ബ്രഹ്മദത്തൻ എന്ന പുത്രൻ, നീപന്റെ പുത്രൻ യോഗിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയായ ഗവി എന്ന് പറയുന്നുണ്ട്. ഗോവ് അഥവാ സരസ്വതി എന്നും അവരുടെ പേര് പറയപ്പെടുന്നുണ്ട്. അപ്പൊ ആ സരസ്വതി എന്നും ഗോവ് എന്ന് പറയപ്പെടുന്ന ഭാര്യയായ വിശ്വക്സേനം അദാത് സുതം, വിശ്വക്സേനൻ എന്ന പുത്രനെ ധരിച്ചു, ജനിപ്പിച്ചു, ഗർഭാധാനം ചെയ്തു. ഇവിടെ വിശ്വക്സേനൻ സാക്ഷാൽ ഭഗവാൻ വിഷ്ണുവിന്റെ പര്യായമാണ് വിശ്വക്സേനൻ. പക്ഷെ ഇവിടെ ആ പേരിൽ വേറൊരു രാജാവ് അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണ കുമാരൻ എന്നൊക്കെ പറയാം. അത് യോഗിയായിട്ടുള്ള ബ്രഹ്മദത്തന്റെ മകനാണ്. ബ്രഹ്മദത്തന്റെ പുത്രനായി വിശ്വക്സേനൻ. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും നാരായണൻ, അച്യുതൻ, ഗോവിന്ദൻ എല്ലാവർക്കും പേരിടുന്നത് പോലെ ഭഗവാന്റെ മറ്റൊരു പേര് വിശ്വക്സേനൻ
അത് ഈ പുത്രന് കിട്ടും. ജൈഗീഷവ്യോപദേശേന യോഗതന്ത്രം ചകാരഃ ഉദക്സ്വനസ്തതസ്തസ്മാത് ഭല്ലാദോ ബാർഹദീഷവാഃ. ജൈഗീഷവ്യോപദേശേന യോഗതന്ത്രം ചകാരഃ ഉദക്സ്വന തതസ്തസ്മാത് ഭല്ലാദോ ബാർഹദീഷവാഃ. ഈ ബ്രഹ്മദത്തൻ ഈ യോഗിയാണെന്ന് പറഞ്ഞല്ലോ, അദ്ദേഹം ജൈഗീഷവ്യ ഉപദേശേന, ജൈഗീഷവ്യൻ എന്ന് പറയുന്ന ഒരാളുടെ ഉപദേശം കൊണ്ട് ഈ ബ്രഹ്മദത്തൻ എന്ത് ചെയ്തു? യോഗതന്ത്രം ചകാര. ആശ്ചര്യം. യോഗതന്ത്രം എന്ന് വെച്ചാൽ യോഗശാസ്ത്രം അതിനെ നിർമ്മിച്ചു എന്നാണ്. അപ്പോ ബ്രഹ്മദത്തൻ യോഗശാസ്ത്രം ഉപദേശിച്ചു അഥവാ നിർമ്മിച്ചു. ആരുടെ ഉപദേശപ്രകാരം? ജൈഗീഷവ്യൻ എന്ന് പറയുന്ന ഒരു മഹാത്മാവിന്റെ ഉപദേശപ്രകാരം. ഇനി ഉദക്സ്വനസ്തതസ്തസ്മാത് ഭല്ലാദോ ബാർഹദീഷവാഃ. ഇനി ഉദക്സ്വനഃ, ഉദക്സ്വനൻ ഈ ഇദ്ദേഹത്തിന്റെ പുത്രനാണ്. ആരുടെ? വിശ്വക്സേനന്റെ പുത്രനാണ് ഉദക്സ്വനൻ. അതിനുശേഷം അവനിൽ നിന്ന് ഭല്ലാദഃ. അപ്പൊ ഇവരെല്ലാം ബാർഹദീഷവാഹ, ബൃഹദിഷു എന്ന് പറയുന്ന അയാളുടെ വംശത്തിൽ ജനിച്ച ആളാണ്. ബാർഹദീഷവ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ബൃഹദിഷുവിന്റെ പുത്രന്മാരാണ്. ബൃഹദിഷുവിന്റെ വംശത്തിലാണ് വിശതനും സേനജിത്തും രുചിരാശ്വനും ഒക്കെ വന്നപ്പോ രുചിരാശ്വന്റെ വംശമാണ് പറഞ്ഞത്. അപ്പൊ ഇവരെല്ലാം ബൃഹദിഷുവിന്റെ സന്തതികളാണ് എന്ന് ഒന്നുകൂടെ ഒന്ന് കണക്ട് ചെയ്തതാണ്. പൂർവവംശത്തിലേക്ക്, പൂർവീകരിലേക്ക് കണക്ട് ചെയ്തതാണ്. ഇനി തുടരുകയാണ്. യവീനരോ ദ്വിമീഡസ്യ ധൃതിമാൻ തൽസുതസ്മൃതഃ നാംനാ സത്യധൃതിർയസ്യ ദൃഢനേമിഃ സുപാർശ്വകൃത്. യവീനരോ ദ്വിമീഡസ്യ ധൃതിമാൻ തൽസുതസ്മൃതഃ നാംനാ സത്യധൃതിർയസ്യ ദൃഢനേമിഃ സുപാർശ്വകൃത്. ഇനി അജമീഡൻ, ദ്വിമീഡൻ എന്നിങ്ങനെ സഹോദരന്മാരെ കുറിച്ച് പറഞ്ഞു അല്ലേ? പുരുമീഡൻ, ഇവരൊക്കെ ഹസ്തിയുടെ മക്കളാണ് എന്ന് പറഞ്ഞു. 3 മക്കള്: അജമീഡൻ, ദ്വിമീഡൻ, പുരുമീഡൻ. അതിൽ അജമീഡന്റെ വംശമാണ് ഇതുവരെ പറഞ്ഞത്. പുരുമീഡന്റെയും ദ്വിമീഡന്റെയും വംശം പറഞ്ഞില്ല. അപ്പൊ ഇവിടെ വീണ്ടും ദ്വിമീഡനിലേക്ക് തിരിച്ചു പോയിട്ട് ആ കണ്ണി താഴേക്ക് വരണം. ഇതെല്ലാം നമുക്ക് പട്ടികയിട്ട് തിരിച്ചാലേ അല്ലേ കൃത്യമായിട്ട് ഓർമ്മ നിൽക്കുള്ളൂ ആ വംശപരമ്പര. ഇന്നാളുടെ പരമ്പരയില് ഇന്നവര്, ഇന്നാളുടെ പരമ്പരയില് ഇന്നവര് എന്ന് പറഞ്ഞിട്ട് ഇതുവരെ പറഞ്ഞത് ബാർഹദീഷവാഹ എന്ന് പറഞ്ഞത് അജമീഡന്റെ വംശം തന്നെയാണ്. തുടർന്ന് ദ്വിമീഡസ്യ, അജമീഡന്റെ സഹോദരനായ ഹസ്തിപുത്രനായ ദ്വിമീഡന് യവീനരഹ, യവീനരൻ, അതുപോലെ അവന്റെ പുത്രനായിട്ട് ധൃതിമാൻ തൽസുതഃ. അപ്പൊ ദ്വിമീഡന്റെ പുത്രൻ യവീനരൻ, അദ്ദേഹത്തിന്റെ പുത്രനായിട്ട് ധൃതിമാൻ എന്ന് സ്മരിക്കപ്പെടുന്നു. നാംനാ സത്യധൃതിർയസ്യ ദൃഢനേമിഃ സുപാർശ്വകൃത്. അവന്റെ പുത്രനാണ്, ധൃതിമാന്റെ പുത്രനാണ് സത്യധൃതിഹി. യസ്യ പുത്രഃ സത്യധൃതിഹി. നാംനാ സത്യധൃതി, പേരുകൊണ്ട് സത്യധൃതി എന്നറിയപ്പെടുന്നവൻ ധൃതിമാന്റെ പുത്രനാകുന്നു. പിന്നീടോ അവന്റെ പുത്രൻ ദൃഢനേമി, സത്യധൃതിയുടെ പുത്രനാണ് ദൃഢനേമി. അവന്റെ പുത്രനായിട്ട് സുപാർശ്വകൃത്ത്, സുപാർശ്വകൃത്ത് ദൃഢനേമിയുടെ പുത്രനാകുന്നു. തുടർന്ന് സുപാർശ്വാത് സുമതിസ്തസ്യ പുത്രഃ സന്നതിമാൻ തതഃ കൃതിർഹിരണ്യനാഭാദ്യോ യോഗം പ്രാപ്യ ജഗൗ സ്മ ഷട്ട്. സുപാർശ്വാത് സുമതിഃ തസ്യ പുത്രഃ സന്നതിമാൻ തതഃ കൃതിർഹിരണ്യനാഭാദ്യോ യോഗം പ്രാപ്യ ജഗൗ സ്മ ഷട്ട്.
ആ സുപാർശ്വനിൽ നിന്ന് സുമതി, സുപാർശ്വാത് സുമതി. തസ്യ പുത്ര സന്നതിമാൻ, അവന്റെ പുത്രനായിട്ട് സന്നതിമാൻ. തതഃ കൃതി, അവന്റെ പുത്രനായിട്ട് കൃതി. പിന്നെ ഹിരണ്യനാഭാത്, അവൻ ആ കൃതി എന്ന് പറഞ്ഞ ആള് ഹിരണ്യനാഭാദിയോ യോഗം പ്രാപ്യ ഷട്ട് ജഗൗസ്മ. ഹിരണ്യനാഭൻ എന്നൊരു മഹാത്മാവിൽ നിന്ന്, ഒരു ഋഷിയിൽ നിന്ന് യോഗം പ്രാപ്യ, യോഗത്തെ അഭ്യസിച്ചിട്ട്, ശാസ്ത്രങ്ങളെ അഭ്യസിച്ചിട്ട് ഷട്ട് ജഗൗ. ഷട്ട് എന്ന് പറഞ്ഞാൽ 6 സംഹിതകളെ, സാമവേദത്തിലെ 6 സംഹിതകളെ ഗാനം ചെയ്തു എന്ന് പറയണം. സാമവേദത്തിൽ നിന്ന് ഷട്ട് എന്ന് പറയുന്നത് 6 പ്രധാന സംഹിതകളാണ്. അവയെ ഗാനം ചെയ്തു. അപ്പോ സാമവേദജ്ഞനായിരുന്നു ഇദ്ദേഹം. ആര്? കൃതി. അപ്പൊ ഈ ക്ഷത്രിയ വംശത്തിൽ ജനിച്ച മഹാത്മാവായ കൃതി ഹിരണ്യനാഭനിൽ നിന്ന് യോഗം അഭ്യസിച്ച് സാമവേദം ബൈഹാർട്ട് ചെയ്ത് പാട്ടുപാടി 7 സംഹിതകളെ പാടി. അപ്പൊ എന്ന് വെച്ചാൽ ബ്രാഹ്മണനായി തീർന്നു എന്ന് അർത്ഥമാണ്. സംഹിതാ പ്രാച്യസാമ്മുനാം വൈ നീപോ ഹ്യുഗ്രായുധസ്തതഃ തസ്യ ക്ഷേമ്യഃ സുവീരോധ സുവീരസ്യ രിപുഞ്ജയഃ. സംഹിതാ പ്രാച്യസാമ്മുനാം വൈ നീപോ ഹ്യുഗ്രായുധസ്തതഃ തസ്യ ക്ഷേമ്യഃ സുവീരോധ സുവീരസ്യ രിപുഞ്ജയഃ. ആ അവൻ പാടിയ 6 സാമങ്ങളുടെ സംഹിതകളെ പ്രാച്യസാമന എന്ന് പറയുന്നു. പ്രാച്യസാമങ്ങൾ എന്ന്. അതാണ് പ്രാച്യസാമനാം സംഹിതാഹ, പ്രാച്യസാമങ്ങളുടെ സംഹിതകൾ എന്നാണ് അവയ്ക്ക് പേര് എന്നർത്ഥമാണ് ഇയാൾ പാടിയ സാമങ്ങള്. പിന്നീട് നീപോഹി ഉഗ്രായുധ തതഃ. അപ്പൊ പിന്നെ അവന്റെ ആ കൃതിയുടെ പുത്രനായിട്ട് നീപൻ, മറ്റൊരു നീപൻ ഉണ്ടായി. മുമ്പൊരു നീപനെ കുറിച്ച് പറഞ്ഞു, ഇവിടെ വേറൊരു നീപൻ. കൃതിയുടെ പുത്രനായി നീപൻ, അവന്റെ പുത്രനായിട്ട് തതഃ ഉഗ്രായുധ, ഉഗ്രായുധൻ എന്നൊരു പുത്രൻ. അവന്റെ പുത്രനായി തസ്യ ക്ഷേമ്യഃ സുവീരഃ, അവന്റെ പുത്രനായിട്ട് സുവീരൻ. അവന്റെ പുത്രനായി രിപുഞ്ജയൻ. ക്ഷേമ്യൻ ഉണ്ട്. ഉഗ്രായുധന്റെ പുത്രൻ ക്ഷേമ്യനും, അവനിൽ നിന്ന് സുവീരനും, അവനിൽ നിന്ന് രിപുഞ്ജയനും. ഇങ്ങനെ ആ സന്തതി പരമ്പര. ആരുടെ? ദ്വിമീഡന്റെ വംശം. അജമീഡനെ പോലെ സഹോദരനായ ദ്വിമീഡന്റെ വംശം ഇങ്ങനെ പോകുന്നു. ഇനി പറയുന്നു തതോ ബഹുരഥോ നാമ പുരുമീഡോ അപ്രജോഭവത് നളിന്യാം അജമീഡസ്യ നീലഃ ശാന്തിഃ സുതസ്തതഃ. തതോ ബഹുരഥോ നാമ പുരുമീഡോ അപ്രജോഭവത് നളിന്യാം അജമീഡസ്യ നീലഃ ശാന്തിഃ സുതസ്തതഃ. അപ്പോ പിന്നെ രിപുഞ്ജയന്റെ പുത്രനായിട്ട് തതോ ബഹുരഥഃ, ബഹുരഥൻ എന്ന പേരായ രാജാവുണ്ടായി, അല്ലെങ്കിൽ ആ വംശത്തില് ഒരു രാജകുമാരനുണ്ടായി. അങ്ങനെ 2 സഹോദരന്മാരുടെ പറഞ്ഞു. അജമീഡന്റെയും ദ്വിമീഡന്റെയും വംശം പറഞ്ഞിട്ട് പുരുമീഡഃ അപ്രജഃ അഭവത്. എളുപ്പമായി നമുക്ക്. പുരുമീഡൻ അപ്രജനായി ഭവിച്ചു, എന്നാൽ സന്തതികളില്ലാത്തവനായി ഭവിച്ചു. 3ാമനായ ഹസ്തിപുത്രന്മാരിൽ 3ാമനായ പുരുമീഡന് മക്കളില്ല. അതുകൊണ്ട് നമുക്ക് ഓർത്തു വെക്കേണ്ട കാര്യം ഇല്ല. പിന്നെ അജമീഡൻ മറ്റൊരു ഭാര്യയിൽ, അതാണ് നളിന്യാം അജമീഡസ്യ നീലഃ ശാന്തിഃ സുതഃ സ്തതഃ. അജമീഡന്റെ മറ്റൊരു ഭാര്യയായ നളിനിയിൽ എന്നർത്ഥം. അജമീഡന്റെ മറ്റൊരു വംശമാണത്, മറ്റൊരു ഭാര്യയിലൂടെ വന്ന വംശം. നളിനി എന്ന് പറയുന്ന ഭാര്യയിൽ നീലൻ എന്നു പേരായ ഒരു പുത്രനുണ്ടായി. അവന്റെ പുത്രനായി ശാന്തിഃ, പുല്ലിംഗ ശബ്ദമാണ് ഇവിടുത്തെ ശാന്തി, സ്ത്രീലിംഗമല്ല, ശാന്തിഃ. നീലന്റെ പുത്രൻ ശാന്തി, ഇകാരാന്ത പുല്ലിംഗം. കവിഹി എന്ന് പറയും പോലെ ശാന്തിഹി. അപ്പൊ നീലന്റെ പുത്രൻ ശാന്തി. ശാന്തേഹ സുശാന്തിസ്തത്പുത്രഃ പുരുജോ അർക്കസ്തതോ അഭവത് ബർമ്യാശ്വസ്തനയസ്തസ്യ പഞ്ചാസൻ മുദ്ഗലാദയഃ.
ശാന്തേഹ സുശാന്തി തൽപുത്രഃ പുരുജോർക്കസ്തതോഭവത് ബർമ്യാശ്വസ്തനയസ്തസ്യ പഞ്ചാസന്നുദ്ഗലാദയഃ. ഇവിടെ ശാന്തേഹ എന്നുള്ളത് ശാന്തിക്ക്, ശാന്തിയിൽ നിന്ന് നമുക്ക് പഞ്ചമിയും ഷഷ്ടിയും എടുക്കാം. അപ്പൊ അത് പുല്ലിംഗ ശബ്ദമാണ്. മറ്റൊന്ന് സ്ത്രീലിംഗമായിരുന്നെങ്കിൽ ശാന്ത്യാഹ എന്ന് വന്നേനെ. ശാന്തി എന്നത് മകളായിരുന്നെങ്കിൽ എങ്ങനെ വരണം? ശാന്ത്യാഹ, ശാന്തിയിൽ നിന്ന് ശാന്തിക്ക് എന്ന്. ഇവിടെ ശാന്തേഹ എന്നത് പുല്ലിംഗത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ ശാന്തിയിൽ നിന്ന്, ആ ശാന്തി എന്ന പുത്രനിൽ നിന്ന് സുശാന്തി, അദ്ദേഹത്തിന്റെ പുത്രനായി സുശാന്തി എന്ന പുത്രനുണ്ടായി. അവന്റെ പുത്ര തൽപുത്ര പുരുജ, ആ സുശാന്തിയുടെ പുത്രനായി പുരുജനും അവന്റെ പുത്രനായി അർക്കഹ തതോഭവത്, അർക്കൻ എന്നു പേരുള്ള ഒരാള് പുത്രനായി ഭവിച്ചു. പിന്നെയോ അവന്റെ പുത്രനായി ബർമ്യാശ്വഹ തനയഃ തസ്യ, തസ്യ തനയഃ ബർമ്യാശ്വഹ, അർക്കന്റെ പുത്രനാണ് ബർമ്യാശ്വൻ. പിന്നീട് പഞ്ച ആസൻ, അവന് 5 മക്കളുണ്ടായി. അത് ആരൊക്കെയാണ്? മുദ്ഗല ആദയ, മുദ്ഗലൻ മുതലായവർ എന്നേ പറഞ്ഞുള്ളൂ. അപ്പൊ മൂത്ത പുത്രനാണ് മുദ്ഗലൻ. ആരുടെ? ബർമ്യാശ്വന്റെ. ബർമ്യാശ്വന് 5 മക്കളുണ്ടായി. പഞ്ച ആസന്, പഞ്ചാസൻ എന്ന് പറഞ്ഞാൽ 5 മക്കളുണ്ടായി. മുദ്ഗലൻ മുതലായവർ മുദ്ഗലാദയ. അപ്പൊ അങ്ങനെ ആ വംശം തുടരുകയാണ്. അത് പേര് പറയേണ്ട അടുത്ത ഇതില്. യവീനരോ ബൃഹദിഷു കാമ്പില്യഃ സഞ്ജയസുതാഃ ബർമ്യാശ്വഃ പ്രാഹ പുത്ര മേ പഞ്ചാനാം രക്ഷണായ ഹി വിഷയാണാം അലം ഇമേ ഇതി പഞ്ചാല സംജ്ഞിതാഃ മുദ്ഗലാദ് ബ്രഹ്മ നിർവൃത്തം ഗോത്രം മൗദ്ഗല്യ സംജ്ഞിതം. യവീനരോ ബൃഹദിഷു കാമ്പില്യഃ സഞ്ജയസുതാഃ ബർമ്യാശ്വഃ പ്രാഹ പുത്ര മേ പഞ്ചാനാം രക്ഷണായ ഹി വിഷയാണാം അലമിമേ ഇതി പഞ്ചാല സംജ്ഞിതാഃ മുദ്ഗലാദ് ബ്രഹ്മ നിർവൃത്തം ഗോത്രം മൗദ്ഗല്യ സംജ്ഞിതം. ഇവിടെ ആ മുദ്ഗലാദയ എന്ന് പറഞ്ഞതിനെ ഒന്നുകൂടെ 4 സഹോദരന്മാരെ പേര് എടുത്തു പറയുന്നു. ആരാണ് മുദ്ഗലന്റെ താഴെയുള്ളവര്? യവീനരൻ, ബൃഹദിഷുഹു, കാമ്പില്യൻ, സഞ്ജയൻ, ഇവരാണ് സുതാഹ. അപ്പൊ 4ഉം മുമ്പേ പറഞ്ഞ മുദ്ഗലനും ചേർത്ത് 5 പേര്. മുദ്ഗലൻ, യവീനരൻ, ബൃഹദിഷു, കാമ്പില്യൻ, സഞ്ജയൻ. ഇതാരുടെ മക്കളാണ്? ബർമ്യാശ്വന്റെ മക്കളാണ്. അപ്പൊ ബർമ്യാശ്വൻ ഈ 5 മക്കളോടുമായിട്ട് പറയുകയാണ്. ബർമ്യാശ്വ പ്രാഹ, ബർമ്യാശ്വൻ പറഞ്ഞു ആരോട്? പുത്രന്മാരോട്. ഹേ പുത്രാഹ, അല്ലയോ മക്കളെ, മേ പഞ്ചാനാം വിഷയാണാം രക്ഷണായ അലം ഇമേ. മേ പഞ്ചാനാം വിഷയാണ്, എന്റെ 5 വിഷയങ്ങളുടെ. ഇവിടെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു രാജാവിനെ സംബന്ധിച്ച് വിഷയം എന്താണ്? രാജ്യമാണ്. അദ്ദേഹത്തിന്റെ 5 ദേശങ്ങളെ കുറിച്ചാണ് ഇവിടെ 5 വിഷയങ്ങൾ എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് 5 വിഷയങ്ങൾ 5 ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്ന ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാണെങ്കിൽ, ഒരു രാജാവിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രജകളാണ്, അഥവാ അദ്ദേഹത്തിന്റെ രാജ്യങ്ങളാണ്, അദ്ദേഹത്തിന്റെ ദേശങ്ങളാണ്. അപ്പോ അദ്ദേഹം പറഞ്ഞു, അവരോട് പറഞ്ഞു, പേരുണ്ടാവാൻ അവരെ പഞ്ചാലന്മാരെന്ന് വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് അലം ഇമേ ഇതി പഞ്ചാല സംജ്ഞിതാഹ, അതുകൊണ്ട് അവർ പഞ്ചാലന്മാരെന്ന പേരിൽ അറിയപ്പെട്ടു. പഞ്ചാല സംജ്ഞയോടുകൂടി. അവിടുന്നായിരിക്കും പഞ്ചാല ദേശമുണ്ടായത്. ആ വംശത്തിലാണ് പാഞ്ചാലി ജനിക്കുന്നത് എന്ന് പറയാമാണെങ്കിൽ. ഈ പഞ്ചാലന്മാരുടെ വംശമാണ് ദ്രുപദന്റെ വംശം, പാഞ്ചാലി ഉണ്ടാകുന്ന വംശം എന്ന് പറയാം. അപ്പൊ ബർമ്യാശ്വൻ തന്റെ മക്കളോട് പറഞ്ഞു, അല്ലയോ മക്കളെ, ഹേ പുത്രന്മാരെ, ഈ നിങ്ങൾ 5 പേരും എന്റെ 5 ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളായിട്ടുള്ള ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ സമ്പാദിച്ചു തരാൻ ശക്തരാകുന്നു എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എന്റെ 5 രാജ്യങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾ ശക്തരാകുന്നു എന്ന് പറഞ്ഞു. രണ്ടും ആയിക്കോട്ടെ, എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അവര് പഞ്ചായ അലം, 5 ദേശങ്ങൾ രക്ഷിക്കാൻ അല്ലെങ്കിൽ 5 വിഷയങ്ങൾ സമ്പാദിക്കാൻ അവര്
പര്യാപ്തരാണ് എന്നതുകൊണ്ട് അവരെ പഞ്ചാലന്മാർ എന്ന് പേരുണ്ടായി. അങ്ങനെ പഞ്ചാല വംശം ഉണ്ടായി എന്ന് പറയാം. പിന്നീട് മുദ്ഗലാത് ബ്രഹ്മനിർവൃത്തം ഗോത്രം മൗദ്ഗല്യ സംജ്ഞിതം. അതിൽ മൂത്തപുത്രനായ മുദ്ഗലനിൽ നിന്ന് മൗദ്ഗല്യം എന്ന പേരായ മൗദ്ഗല്യ സംജ്ഞിതം ബ്രഹ്മഗോത്രം നിർവൃത്തം. മൗദ്ഗല്യ സംജ്ഞയോടുകൂടിയ ബ്രഹ്മഗോത്രം എന്ന് വെച്ചാൽ ബ്രാഹ്മണ ഗോത്രം നിർവൃത്തമായി വർത്തിച്ചു. അപ്പൊ മുദ്ഗലന്റെ വംശത്തിലാണ് മൗദ്ഗല്യം എന്ന് വിളിക്കപ്പെടുന്നതായിട്ടുള്ള ബ്രാഹ്മണ ഗോത്രം ഭവിച്ചത്. നോക്കൂ, അപ്പോ ക്ഷത്രിയനായ മുദ്ഗലന്റെ വംശത്തിൽ മൗദ്ഗല്യം എന്ന് പറയപ്പെടുന്ന ബ്രാഹ്മണ ഗോത്രമുണ്ടായി. വീണ്ടും പിടിച്ചോളൂ, എത്ര 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 ദൃഷ്ടാന്തങ്ങളാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇതൊക്കെ മറന്നുകൊണ്ടാണ് ഇന്നത്തെ ആൾക്കാർ ജീവിക്കുന്നത്. ഈ കഥകളെല്ലാം മറന്നുകൊണ്ടാണ് ഇന്നത്തെ ആൾക്കാര് എന്താണ് വർണ്ണധർമ്മം എന്നറിയാതെ മൂഢന്മാരായി കഴിയുന്നത്. മിഥുനം മുദ്ഗലാത് ഭാർമ്യാത് ദിവോദാസഃ പുമാനഭൂത് അഹല്യ കന്യകാ യസ്യാം ശതാനന്ദസ്തു ഗൗതമാത്. മിഥുനം മുദ്ഗലാത് ഭാർമ്യാത് ദിവോദാസഃ പുമാനഭൂത് അഹല്യ കന്യകാ യസ്യാം ശതാനന്ദസ്തു ഗൗതമാത്. ഇവിടെ ഭാർമ്യാത് മുദ്ഗലാത്, ഭാർമ്യൻ എന്ന് വെച്ചാൽ ബർമ്യാശ്വൻ തന്നെയാണ്. അപ്പൊ ബർമ്യാശ്വന്റെ പുത്രനായ മുദ്ഗലനിൽ നിന്ന് എന്ന് പറയുന്നത് ഭാർമ്യാത് മുദ്ഗലാത്, ബർമ്യാശപുത്രനായ മുദ്ഗലനിൽ നിന്ന് മിഥുനം അഭൂത്, മിഥുനം ഭവിച്ചു. മിഥുനം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയും പുരുഷനും ഉണ്ടായി. അതിൽ ദിവോദാസഃ പുമാൻ, ആൺകുട്ടിയുടെ പേര് ദിവോദാസൻ എന്നായിരുന്നു. അപ്പൊ മുദ്ഗലന്റെ ഒരാണും ഒരു പെൺകുട്ടിയും ഉണ്ടായി. അതിൽ ആൺകുട്ടിയുടെ പേര് ദിവോദാസൻ എന്നും കന്യക അഹല്യ, കന്യകയ്ക്ക് അഹല്യ എന്ന് പേര്. ആ അഹല്യയെ യസ്യാം ഗൗതമാത് ശതാനന്ദഃ അഭൂത്, ആ അഹല്യയെ ഗൗതമൻ വിവാഹം കഴിച്ചു. ആ ഗൗതമനിൽ നിന്ന് ശതാനന്ദൻ എന്ന പുത്രൻ ഉണ്ടായി. അല്ലേ, ശതാനന്ദൻ എവിടെയും കേട്ടിട്ടുണ്ടോ? നമ്മുടെ വിദേഹ രാജ്യത്തെ പുരോഹിതനാണ്. സീതയുടെ ജനകരാജാവിന്റെ പുരോഹിതനാണ്. അഹല്യപ്പാരാണ്? അഹല്യയും ഗൗതമനും ദമ്പതികളാണ്. അപ്പൊ അവിടെ രാമായണത്തിൽ അഹല്യ ബ്രഹ്മാവിന്റെ പുത്രി എന്നാണ് പറയപ്പെടുന്നതെങ്കിലും ഇവിടെ മുദ്ഗലനിൽ നിന്നാണ് അഹല്യ ഉണ്ടായത് എന്ന് പറയുന്നു. ഇപ്പൊ എന്തായാലും മുദ്ഗലന്റെ പുത്രിയായി അഹല്യ ഉണ്ടായി. ആ അഹല്യയെ ഗൗതമൻ വിവാഹം കഴിച്ചു. ആ ഗൗതമന് ശതാനന്ദൻ എന്ന പുത്രൻ ഉണ്ടായി. ഇത് തമ്മില് ബ്രഹ്മാവിന്റെ പുത്രി എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് എന്നുള്ളത് അന്വേഷിക്കണം. ബ്രഹ്മാവിന്റെ പുത്രി സ്ഥാനമുണ്ടാകും, അതുകൊണ്ടായിരിക്കണം. എന്തായാലും ജനിപ്പിച്ച അച്ഛൻ മുദ്ഗലൻ ആണ് എന്ന് ഇവിടുന്ന് വരുന്നു. ബ്രഹ്മാവുമായിട്ട് വേറെന്തെങ്കിലും സംബന്ധമുണ്ടാകും. ഇപ്പോ വസിഷ്ഠൻ ബ്രഹ്മാവിന്റെ പുത്രനായിരുന്നു, പിന്നീട് മിത്രാവരണന്മാരുടെ പുത്രനായി ജനിക്കുന്നു. അതുപോലെ ദക്ഷൻ ആദ്യം ബ്രഹ്മപുത്രനായി ജനിച്ചു, പിന്നീട് പ്രചേതസ്സുകളുടെ പുത്രനായി ജനിക്കുന്നു. അപ്പൊ ഇങ്ങനെ പല കണക്ഷൻസും ഉണ്ടാവും. നമ്മളതിൽ വറി ചെയ്യേണ്ട ആവശ്യമില്ല. കഥയൊക്കെ എന്നോ കഴിഞ്ഞു പോയി. അവരുടെ കാര്യമൊക്കെ അവർ നോക്കി അവരുടെ രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞു. നമ്മൾ തലപുണ്ണാക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മളിപ്പോൾ അവർക്ക് സ്വത്ത് വിഭജിച്ചു കൊടുത്ത് കോടതിയിൽ കേസൊന്നും നടക്കുന്നില്ല. ആരാണ് എന്താണെന്നൊക്കെ നിരൂപിക്കാൻ വേണ്ടിയിട്ട്. ഇവരിൽ നിന്നൊക്കെ പഠിക്കേണ്ട പാഠം മാത്രം ഉൾക്കൊള്ളുക. പേരൊക്കെ സാങ്കേതികം മാത്രം. നമ്മൾ ആളുകളെ ഓർമ്മിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം. എന്തായാലും അഹല്യ, ഗൗതമൻ,
ശതാനന്ദ്. നമുക്ക് കഥാപാത്രങ്ങളെ അറിയാവുന്നതാണ്. തസ്യ സത്യധൃതിഃ പുത്രോ ധനുർവേദ വിശാരദഃ ശരദ്വാൻ തൽസുതോ യസ്മാത് ഉർവശീ ദർശനാത് കില ശരസ്തംഭേപതത് രേതോ മിഥുനം യദഭൂത് ശുഭം. തസ്യ സത്യധൃതിഃ പുത്രോ ധനുർവേദ വിശാരദഃ ശരദ്വാൻ തൽസുതോ യസ്മാത് ഉർവശീ ദർശനാത് കില ശരസ്തംഭേപതത് രേതോ മിഥുനം യദഭൂത് ശുഭം. തസ്യ സത്യധൃതിഃ പുത്രഃ, ആരുടെ? ശതാനന്ദന്റെ പുത്രനാണ്. ശതാനന്ദനൊക്കെ ബ്രാഹ്മണ ജീവിതം നയിക്കുന്നവരാണ്. ഒരു ബ്രഹ്മഗോത്രമാണ്, മൗദ്ഗല്യ ഗോത്രം. അപ്പൊ ശതാനന്ദന്റെ പുത്രൻ ധനുർവേദ വിശാരദനായിട്ടുള്ള സത്യധൃതി. ഇവിടെ ദ്രോണാചാര്യരും ധനുർവേദ വിശാരദനാണ്, ബ്രാഹ്മണനായിരുന്നിട്ടും. അതുപോലെ പരശുരാമൻ ധനുർവേദ വിശാരദനാണ്, ബ്രാഹ്മണനായിരുന്നിട്ടും. അപ്പൊ അതുപോലെ ഇദ്ദേഹവും ശതാനന്ദന്റെ പുത്രനായ സത്യധൃതി ധനുർവേദ വിശാരദനായിരുന്നു. ശരദ്വാൻ തൽസുതോ, അദ്ദേഹത്തിന്റെ പുത്രനാണ് ശരദ്വാൻ. ആരുടെ? സത്യധൃതിയുടെ പുത്രനാണ് ശരദ്വാൻ. ശതാനന്ദന്റെ പൗത്രനാണ് ശരദ്വാൻ. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? ശരദ്വാൻ തൽസുതോ യസ്മാത് ഉർവശീ ദർശനാത് കില, ആ ശരദ്വാന് ഉർവശീ ദർശനം നിമിത്തം അദ്ദേഹത്തിന്റെ രേതോ ശരസ്തംഭേ അപതത്. ഉർവശിയെ കണ്ടപ്പോ ഇദ്ദേഹത്തിന് മോഹമുണ്ടായി. ആർക്ക്? ശരദ്വാന്. എന്നിട്ട് അദ്ദേഹത്തിന്റെ രേതസ് ഒരു ശരസ്തംഭത്തിൽ പതിച്ചു. ശരസ്തംഭം എന്നാൽ ദർഭ അല്ലെങ്കിൽ പുല്ല് എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ പുൽക്കൊടിയിൽ പതിച്ചു. പുൽക്കൊടിയിൽ പതിച്ച ആ ദർഭയിൽ നിന്ന് യദഭൂത് മിഥുനം ശുഭം, ശുഭമായ മിഥുനങ്ങൾ ഉണ്ടായി. 2 കുട്ടികളാണ് ഉണ്ടായത്, ആണും പെണ്ണും. അപ്പൊ ശരദ്വാന് ഉർവശിയെ ദർശിച്ചതിൽ നിന്ന് രേതസ്ഖലനമുണ്ടായി. അത് പുൽക്കൊടിയിൽ വീണ് അതിൽ നിന്നുണ്ടായ ഒരു പുത്രനും പുത്രിയുമാണ്. അവരാരാണെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ കൃപാചാര്യനും അദ്ദേഹത്തിന്റെ സഹോദരി കൃപി അഥവാ ഗൗതമി. അതാണ് തദ്ദൃഷ്ട്വാ കൃപയാ ഗൃഹ്ണാത് ശന്തനുഃ മൃഗയാം ചരन् കൃപഃ കുമാരഃ കന്യാ ച ദ്രോണപത്ന്യഭവത് കൃപീ. തദ്ദൃഷ്ട്വാ കൃപയാ ഗൃഹ്ണാത് ശന്തനുർമൃഗയാം ചരन् കൃപഃ കുമാരഃ കന്യാ ച ദ്രോണപത്ന്യഭവത് കൃപീ. അങ്ങനെ ആ കുട്ടികളെ നോക്കാൻ ആളില്ലാതെ, അല്ലേ, ഈ ശരസ്തംഭത്തിൽ നിന്ന് ഉണ്ടായ അഥവാ ശരദ്വാന് അദ്ദേഹത്തിന്റെ രേതസ്സിൽ നിന്നുണ്ടായ ഈ 2 കുട്ടികൾ അനാഥകളെ പോലെ കാട്ടിൽ കിടക്കുകയായിരുന്നു. തദ്ദൃഷ്ട്വ, അത് കണ്ടിട്ട് കൃപയാ അഗൃഹ്ണാത് ശന്തനുഃ, ശന്തനു മഹാരാജാവ് കൃപയാ അഗൃഹ്ണാത്, കൃപ കൊണ്ട് സ്വീകരിച്ചു. ഇപ്പോ മൃഗയാം ചരൻ, അദ്ദേഹം നായാട്ടിനായിട്ട് പോയപ്പോ കാട്ടിൽ വെച്ച് 2 കുട്ടികളെ കിട്ടി. അതാണ് കൃപഃ കുമാരഃ കന്യാച കൃപീ. കുമാരൻ കൃപനും ആ കന്യ കൃപിയുമായിരുന്നു. ആ കൃപി ആരാണ്? ദ്രോണപത്നീ അഭവത്, പിന്നീട് ദ്രോണന്റെ പത്നിയായിത്തീരുന്ന കൃപി. ഇവര് ഗൗതമ വംശത്തിൽ വന്നതുകൊണ്ടാണ് ഇവരെ ഗൗതമി എന്ന് കൃപിയെ വിളിക്കുന്നത്. ദ്രോണപത്നിയായ കൃപിയെ ഗൗതമി എന്ന് പല ഭാഗത്തും നമ്മൾ ഭാഗവതത്തിൽ തന്നെ കാണുന്നുണ്ട്, മഹാഭാരതത്തിൽ കാണും. ഗൗതമ വംശത്തിൽ വന്നതുകൊണ്ട് നമ്മൾ ഗൗതമി. കൃപനും ഗൗതമനാണ്, ഗൗതമ വംശത്തിൽ വന്നതുകൊണ്ട്. അപ്പൊ ഈ കൃപനെയും കൃപിയെയും ശന്തനു എടുത്തു വളർത്തുകയാണ് ചെയ്യുന്നത്. ഈ ശന്തനു എവിടുന്നാ ഉണ്ടാവുന്നതെന്ന് പറയാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ അവര് സമകാലീനരാണ്. ശന്തനു നേരത്തെ ഉണ്ടായിട്ടുള്ള ആളാണ്. എന്ന് വെച്ചാൽ ശന്തനു ഇവരെക്കാൾ, കൃപകൃപിമാരെക്കാൾ പ്രായത്തിൽ മൂത്ത ആളാണ്. അപ്പൊ കൃപനും കൃപിയും ഭീഷ്മർക്ക് സമകാലികരാണ്. ദ്രോണരുടെ ഭാര്യ ആവണമല്ലോ, അപ്പൊ പ്രായം കൊണ്ട് ഭീഷ്മരേക്കാൾ താഴെ ആവണം. അപ്പൊ എന്തായാലും ശന്തനുവിന്റെ മക്കളുടെ സ്ഥാനമാണ് അദ്ദേഹം വളർത്തിയ കൃപനും കൃപിക്കും. ഇതാണ് ഇവിടെ പറഞ്ഞു നിൽക്കുന്നത്. ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്.
അപ്പൊ തദ്ദൃഷ്ട്വാ കൃപയാ ഗൃഹാത് സന്തനുർ മൃഗയാം ചരൻ കൃപകുമാര കന്യാ ച ദ്രോണപത്നി അഭവത് കൃപീ. ഇവരുടെ പുത്രനായിട്ടാണല്ലോ അശ്വത്ഥാമാവൊക്കെ ഉണ്ടാവുന്നതിന്. കൃപിയുടെ പുത്രനായി അശ്വത്ഥാമാവ്. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ സോമവംശ നിരൂപണ പ്രകരണേ രന്തിദേവചരിത നിരൂപണം നാമ ഏകവിംശതിതമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി അടുത്ത അധ്യായത്തിൽ ബാക്കിയുള്ള പൂർവവംശം കൂടി പറയണം. അതിലാണ് ശന്തനുവിന്റെയും ഭീഷ്മരുടെയും മറ്റ് ധൃതരാഷ്ട്ര പാണ്ഡു അല്ലെങ്കിൽ കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയൊക്കെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്നത്. അപ്പൊ അത് നമുക്ക് അടുത്ത അധ്യായത്തിൽ നാളെ കാണാം. നാളെ വൈകുന്നേരമേ ക്ലാസ് ഉള്ളൂ. രാവിലെ പുറത്ത് പരിപാടിയുണ്ട്. നാളെ വൈകുന്നേരം കാണാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. നാളെ വൈകുന്നേരമേ ഉള്ളൂ, രാവിലെ ഇല്ല. രാവിലെ ഇവിടെ അടുത്തൊരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് പരിപാടി. കിണാശ്ശേരി തണ്ണീർ പന്തൽ എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ് നാളെ രാവിലെ 10 മണിക്ക് പരിപാടി. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാരായണ.